الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. قال رسول الله صلى الله عليه وسلم: أخوف ما أخاف عليكم الشرك الأصغر. قالوا يا رسول الله صلى الله عليه وسلم وما الشرك الأصغر؟ قال الرياء. ഇഖ്ലാസ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും താല്പര്യവും. പക്ഷേ ഈ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് ചെയ്യുന്ന പ്രവർത്തനത്തിലൊക്കെ ഇഖ്ലാസ് ഉണ്ടായിരിക്കണമെന്നുള്ളത്. ഇഖ്ലാസ് ഇല്ലാത്ത ഒരു ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. നമ്മുടെ നിസ്കാരമോ നോമ്പോ അല്ലെങ്കിൽ ദാനധർമ്മങ്ങളോ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് ഖബൂല് ലഭിക്കണമെങ്കിൽ, സ്വീകാര്യത ലഭിക്കണമെങ്കിൽ ഇഖ്ലാസ് എന്നത് വേണം. ഇഖ്ലാസ് എന്താണ്? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബി ത്വാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ലിൽ കലാം. നീ ചെയ്യുന്ന ഏതൊരു ത്വാഅത്താണെങ്കിലും ഇബാദത്താണെങ്കിലും അതുകൊണ്ട് നീ ലക്ഷ്യമാക്കേണ്ടത് അള്ളാഹുവിലേക്ക് എനിക്ക് അടുക്കണം, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം കരസ്ഥമാക്കണം, ആഖിറത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം. ഈ ലക്ഷ്യത്തിലേ നമ്മൾ എന്ത് പ്രവർത്തനമാണെങ്കിലും നടത്താൻ പറ്റും. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇഖ്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഭാഷാർത്ഥം, അതിൻ്റെ വേർഡ് തന്നെ പരിശോധിച്ചാൽ പ്യൂറായതെന്നാണ്. മറ്റൊന്ന് അതിലേക്ക് മിക്സ് ആകരുത്. അപ്പോൾ അള്ളാഹുവിനെ മാത്രമേ നമ്മളെ മനസ്സിൽ ഒരു ഇബാദത്ത് കൊണ്ട് നമ്മൾ ലക്ഷ്യാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റുള്ളവർ, ജനങ്ങൾ കാണണമെന്നോ അല്ലെ അവരുടെ അടുക്കൽ ഒരു സ്ഥാനം മാനം കിട്ടണോ, പേര് കിട്ടണോ എന്ന ഒരു ചിന്ത കടന്നു വന്നാൽ പ്യൂറ് നഷ്ടപ്പെട്ടു അല്ലേ. പിന്നെ പ്യൂർ എന്ന് പറയില്ലല്ലോ. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ പ്യൂർ വാട്ടർ എന്ന് പറയണമെങ്കിൽ അതിലൊന്നും കലരാൻ പാടില്ല. ഒരു പൊടിയോ കളറോ ഒന്നും ഇല്ലാത്ത അതിൻ്റെ യഥാർത്ഥ വെള്ളം, അതിനെ നമ്മൾ പ്യൂർ വാട്ടർ എന്ന് പറയുള്ളൂ. അതിലേക്ക് വല്ലതും കലർന്നു കഴിഞ്ഞാൽ ആ പ്യൂറ് നഷ്ടപ്പെട്ടു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ നിസ്കരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഇബാദത്തുകളോ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഖൽബിൽ ഇത് മാത്രം ലക്ഷ്യം, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പൊരുത്തം. ജനങ്ങൾ അറിയട്ടെ അറിയാതിരിക്കട്ടെ, അവരുടെ അടുക്കലുള്ള സ്ഥാനം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, ആ ഒരു ചിന്ത ഇതിലേക്ക് മിക്സാകരുത്. മിക്സായാൽ പ്യൂറ് നഷ്ടപ്പെട്ട് പിന്നെ അതിന് പറയുന്ന പേരാണ് ശിർക്ക് എന്ന് പറയുന്നത്. ശിർക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ശിർക്ക് രണ്ട് ശിർക്കുണ്ട്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ രണ്ടാമത്തൊരു ശിർക്കുണ്ട്. അതിൽ ചെറിയ ശിർക്ക് എന്നാണ് ഹദീസിൽ പറയുന്നത്. അതാണ് ഈ ഹദീസിൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്: അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. എൻ്റെ ഉമ്മത്തിനോടാണ് പറയുന്നത്. എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നൊരു വിഷയം എന്താണെന്നറിയോ? ചെറിയ ശിർക്കാണ്. നിങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാവും, കാഫിരീങ്ങളാവും എന്നെനിക്ക് പേടിയില്ല. അതേസമയത്ത് നിങ്ങളൊക്കെ ഒറിജിനൽ മുസ്ലിമീങ്ങൾ തന്നെ. പക്ഷേ മുസ്ലിമായിരിക്കെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ശിർക്ക് കടന്നു വരുന്നുണ്ട്. അതാണ് ഞാൻ പേടിക്കുന്നത്. ആ ശിർക്കാണ് നേരത്തെ സൂചിപ്പിച്ച് ആ പ്യൂറ് നഷ്ടപ്പെട്ടാൽ പിന്നെ അതിൻ്റെ പേരാണ് കലർന്നത്, മിക്സായത്, കൂറ് ആയതിനേക്കാണ് ശിർക്ക് എന്ന് അറബിയിൽ പറയുന്നത്. ശിർക്കത്ത് പലരും കൂറായിട്ടുള്ള കച്ചവടമൊക്കെ നടത്താറുണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടൽ മാത്രമല്ല ലക്ഷ്യം, മറ്റ് ലക്ഷ്യങ്ങൾ ജനങ്ങൾ കാണുക, അവരുടെ അടുക്കൽ സ്ഥാനം കിട്ടുക എന്നതും കൂടെ കലർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ശിർക്ക്. അത് എൻ്റെ ഉമ്മത്തിൽ പലർക്കും ഉണ്ടാകും. അത് ഞാൻ പേടിക്കുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ശിർക്കുൽ അസ്ഗർ എന്ന് സഹാബത്ത് സംശയം ചോദിക്കുന്നുണ്ട്. ഖാലു യാ റസൂലല്ലാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശിർക്കുൽ അസ്ഗർ, ഈ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഖാല അരിയാഹു, അതിൻ്റെ പേരാണ് റിയാഹ്. അപ്പോൾ ഇഖ്ലാസ് അതിൻ്റെ ഓപ്പോസിറ്റാണ് റിയാഹ്. റിയാഹ് എന്ന് പറയുന്നത് ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം നമ്മുടെ ഏത് പ്രവർത്തനത്തിലും, എന്നാൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് സ്വീകാര്യത കിട്ടുന്നത്. എന്ന് മാത്രമല്ല, ഇഖ്ലാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഈ ഹദീസിൽ സൂചിപ്പിച്ച റിയാ കടന്നു വന്നാൽ കൂലി കിട്ടുന്നതിന് പുറമെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ശിക്ഷയായിരിക്കും നമ്മുടെ ഇബാദത്തിന് കിട്ടുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അല്ലാഹു തആല പറയുന്ന ഖുദ്സിയ ഹദീസ്, അന അഗ്ന ശുറക്കായി അനി ശിർക്കി, ഞാൻ ഗനിയാണ്, എൻ്റെ വിഷയത്തിൽ ആരും മറ്റുള്ളവരെ കൂട്ടിക്കലർത്തരുത്, അതെനിക്ക് ഇഷ്ടമല്ല. അല്ലാഹു തആല പറയാണ്, ഫമൻ അമില അമലൻ അശ്റക ഫീഹി ഗൈരി, ഒരാൾ ഒരു ഇബാദത്ത് നിർവഹിക്കുകയാണ്, ഒരു അമല് ചെയ്യാണ്, അതിലേക്ക് വേറൊരാൾ, ഞാനല്ലാത്ത വേറൊരാൾ അവൻ അതിലേക്ക് കൂട്ടിക്കലർത്തിയാൽ, പങ്കാളിയാക്കിയാൽ, ഫ അന മിൻഹു ബരിയുൻ, എനിക്ക് വേണ്ട ഇബാദത്ത്, ഞാൻ ഒഴിവാക്കും. അപ്പം അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, ആ നിസ്കാര സമയത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കുർബത്ത്, അതിന് പുറമെ ജനങ്ങളൊക്കെ ഒന്ന് കാണട്ടെ എന്ന ഒരു ചിന്ത കടന്നു വന്നാൽ അതെനിക്ക് വേണ്ട, അള്ളാഹു തആല പറയാം. ഞാൻ അതിനെ തൊട്ട് ബരിയാണ്, ഒഴിവാണ്, അങ്ങനത്തെ ഇബാദത്ത് എനിക്ക് വേണ്ട. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ അവസാനം ഓതുന്ന ഒരായത്തുണ്ടല്ലോ, വമൻ കാന യർജു ലിഖാഅ റബ്ബി ഫല്യഅമൽ അമലൻ സാലിഹാ വലാ യുശ്രികു ബിഇബാദത്തി റബ്ബി അഹദ. ഒരിക്കലൊരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, ജാ റജുൽ, അദ്ദേഹം പറയുന്നത് എന്താ? യാ റസൂലല്ലാഹി ഇന്നി അത്തസദ്ദഖു ബിസ്സദഖ, ഞാൻ സദഖ കൊടുക്കാറുണ്ട്. അങ്ങനെ സദഖ കൊടുക്കുമ്പോൾ എൻ്റെ നിയ്യത്ത് എന്താണെന്നറിയോ? ഫൽതമിസു ബിഹാ വജ്ഹല്ലാഹി തആല, അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടണം, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം എന്നാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ അതോട് കൂടെ വ ഉഹിബ്ബു അൻ യുഖാല ലി ഖൈർ, എന്നെക്കുറിച്ച് ജനങ്ങളൊക്കെ ആൾ നല്ല ആളാണ്, നല്ല സദഖ കൊടുക്കുന്ന ആളാണ്, ദാനം ധർമ്മമൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് ജനങ്ങൾ പറയും വേണം. രണ്ടുമായി. ആദ്യം പറഞ്ഞത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടണം തന്നെയാണ്, പക്ഷേ ഇതും കൂടെ എനിക്ക് ആഗ്രഹമുണ്ട് മനസ്സിൽ എന്ന് ഇദ്ദേഹം വന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങണത്. ഫനസലത്ത് ഹാദില്ലായ ആയത്തിൽ എന്താ പറഞ്ഞത്? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അള്ളാഹുവിനെ സമീപിക്കണം, റബ്ബിൻ്റെ അടുക്കൽ കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹൻ, നല്ല കർമ്മങ്ങൾ അവർ ചെയ്യണം. വലാ യുശ്രികു ബിഇബാദത്തി റബ്ബി അഹദ, ആ ഇബാദത്തിൽ വേറൊരാളൊരിക്കലും പങ്കു ചേർക്കരുത്. അപ്പോൾ റബ്ബിൻ്റെ അടുക്കലുള്ള കൂലി മാത്രം ആഗ്രഹിച്ചായിരിക്കണം നമ്മൾ ഏത് ഇബാദത്തും നിർവഹിക്കുന്നത്. അതിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വരാതെ ആ നിലക്കുള്ള ഒരു പ്യൂർ മനസ്സ് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ഇബാദത്ത് റബ്ബിൻ്റെ അടുക്കൽ കബൂലാകുന്നത്. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ആ ഇഖ്ലാസ് എന്നുള്ളത് വല്ലാത്തൊരു സമ്പത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞത് സിറുൻ മിൻ സിദ്രി, അല്ലാഹു തആല പറയാണ്, ഇഖ്ലാസ് എന്നത് എൻ്റെ സിറിൽപ്പെട്ട, രഹസ്യത്തിൽപ്പെട്ടൊരു രഹസ്യമാണ്, അത് ഞാൻ എല്ലാവർക്കും കൊടുക്കൂല. ഔദഅതുഹു ഇസ്തൗദഅതുഹു ഫീ ഖൽബി മൻ അഹബബ്തു മിൻ ഇബാദി, എൻ്റെ അടിമകളിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെട്ട ആളുകളെ ഹൃദയത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു സിറാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു വിഷയമാണ്, ഇഖ്ലാസ് തരണേ, ഇഖ്ലാസ് തരണേ. ഏത് കർമ്മവും സ്വീകരിക്കണമെങ്കിൽ അത് വേണം. ആ ഇഖ്ലാസുള്ള പ്രവർത്തനം, അത് കുറഞ്ഞ പ്രവർത്തനമാണെങ്കിലും ശരി, അതിന് ഭയങ്കര പവറാണ്. ഇഖ്ലാസുള്ള മനസ്സിൻ്റെ പവർ ലോകത്ത് വേറൊരു വസ്തുവിനില്ല എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ പടച്ചപ്പോൾ വെള്ളത്തിൻ്റെ മുകളിലാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ ഭൂമിയുടെ ഇളക്കം നിൽക്കാൻ വേണ്ടിയിട്ട് വലിയ പാറകളെ, പർവ്വതങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചു. പർവ്വതങ്ങൾ ഭൂമിയുടെ ആണിയാണെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. നമ്മളൊരു പലക ചുമരുമല മറ്റൊക്കെ ഉറപ്പിക്കണമെങ്കിൽ ആണി അടിച്ച് ഉറപ്പിക്കും. ഇതേപോലെ ഭൂമിയെ ഉറപ്പിച്ച് നിർത്താനാണ് വലിയ കൂറ്റൻ പർവ്വതങ്ങളെ, പാറകളെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. അപ്പോൾ മലക്കുകളുടെ ഇടയിൽ അത്ഭുതം,
അവരിങ്ങനെ ചർച്ച നടത്തുകയാണ്. ആ, ലോകത്ത് ഏറ്റവും ഉറപ്പുള്ള പവറുള്ള വസ്തു ഏതാണ്? പാറയാണ്. ഈ പാറൻ്റെ വലിയ പാറക്കല്ല് കണ്ടപ്പോൾ, അതിൻ്റെ ഉറപ്പ് കണ്ടപ്പോൾ മലക്കുകൾ ഇങ്ങനെ സംസാരിച്ചതാണ്. അപ്പോഴാണ് മലക്കുകൾ ശ്രദ്ധയിൽ ഇരുമ്പ് കടന്നു വരുന്നത്. ഇരുമ്പ് നോക്കൂ നിങ്ങൾ, ഏത് പാറക്കല്ലിനെയും പൊട്ടിക്കാൻ ഇരുമ്പിൻ്റെ ആയുധങ്ങളെ കൊണ്ട് കഴിയും. അപ്പോൾ മലക്കുകൾ ചർച്ച ചെയ്യുന്നത് പാറയേക്കാളും ഉറപ്പുള്ളത് ഏതാണ്? ഇരുമ്പിനാണ്. പിന്നെയാണ് മലക്കുകൾ ശ്രദ്ധയിൽ തീ പെടുന്നത്. തീ ഏത് ഇരുമ്പിനെയും ഉരുക്കിക്കളയാൻ കഴിയും. അപ്പോൾ ഇരുമ്പിനേക്കാളും ശക്തിയുള്ളത് തീയിനാണെന്നാണ് പിന്നെ മലക്കുകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിഷ്കാത്തിൽ ഹദീസിൽ കാണാം, മിഹിയയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് വെള്ളം അവരെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഏത് തീ ഉണ്ടെങ്കിലും അതിനെ അണക്കാൻ വേണ്ടി നമ്മൾ ഫയർ ഫോഴ്സിനെ വിളിക്കുന്നു. വെള്ളം കൊണ്ടാണ് അവർ അണച്ച് കളയുന്നത്. അപ്പോൾ തീയേക്കാളും ശക്തിയുള്ളത് വെള്ളത്തിനാണ്. പിന്നെയാണ് ശക്തമായ കാറ്റ്. ഏത് വെള്ളത്തെയും കിലോമീറ്ററുകളോളം കൊണ്ടുപോകാൻ പവർ കാറ്റിനൊക്കെയുണ്ട്. നമ്മൾ ജെറ്റ് വിമാനങ്ങളും മറ്റ് ഫ്ലൈറ്റുകളൊക്കെ ഓടുന്നത് ഏതിൻ്റെ പവറാണ്? ബാക്കിൽ നിന്ന് കാറ്റ്, എയറിൻ്റെ പ്രസ് കൊണ്ടാണ് അത് സ്പീഡിൽ ഓടുന്നത്. സുനാമി മുമ്പ് വന്നത് നമ്മൾക്ക് ഓർമ്മ ഉണ്ടാകാം. എങ്ങനെയാണ് ഈ സുനാമി വന്നത്? കാറ്റിൻ്റെ പ്രസ്സിങ്ങാണ്. അടിയിൽ നിന്നുണ്ടായ ആ വെള്ളത്തെ കിലോമീറ്ററുകളോളം മുകളിലേക്ക് കൊണ്ടുപോയത്, മീറ്ററുകളോളം മുകളിലേക്ക് കൊണ്ടുപോയത്. ഇത്ര ആളുകളാണ് അതിൽ നശിച്ചു പോയത്. അപ്പോൾ കാറ്റിനേക്കാണ് വലിയ പവർ എന്ന് മലക്കുകൾ ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അവസാനം ഇവർക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ മലക്കുകൾ തന്നെ പറഞ്ഞു, നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ട് എവിടെ എത്തുന്നില്ല, അതുകൊണ്ട് അള്ളാഹുവിനോട് തന്നെ ചോദിക്കുക, ലോകത്ത് ഏറ്റവും പവറുള്ള വസ്തു ഏതാണ്? അവർ ചോദിച്ചു അള്ളാഹുവിനോട്. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞ മറുപടി, നിങ്ങൾ ഈ ചർച്ച ചെയ്ത വസ്തു ഒന്നുമല്ല. ലോകത്തെ ഏറ്റവും പവറുള്ള വസ്തു ഏതാണെന്നറിയോ? ഖൽബു മുഅ്മിനിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയമാണ്. പക്ഷേ ഏത് ഹൃദയം? തസദ്ദഖ ബി സദഖ, ആ മനുഷ്യനൊരു സദഖ കൊടുക്കുന്ന സമയത്ത് ഫഅഖ്ഫാഹ, വളരെ രഹസ്യമായി കൊടുത്തു. അയാളെ മനസ്സിൽ വേറൊന്നും ചിന്തയില്ല, അള്ളാഹു അറിഞ്ഞാൽ മതി. എത്രത്തോളം? ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ആ സദഖ ഇടത് കൈ പോലും അറിയുന്നില്ല. അതായത് എപ്പോഴും കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇടത് കൈയും വലത് കൈ, രണ്ട് കൈകൾ. അപ്പൊ സ്വന്തം കൂട്ടുകാരൻ പോലും അറിയാതെ അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു ഇഖ്ലാസിന്റെ മനസ്സോടുകൂടെ കൊടുക്കുന്ന സദഖ, ആ മനുഷ്യന്റെ, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ പവർ ലോകത്തൊരു വസ്തുവിനില്ല എന്നാ. ഈ എണ്ണിപ്പറഞ്ഞ തീയിനോ കാറ്റിനോ പർവ്വതത്തിനോ ഇരുമ്പിനോ ഒന്നുമില്ല. അപ്പോൾ ഇഖ്ലാസുള്ള മനസ്സാണെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിനക്ക് വലിയ പവറാണ്. അതുകൊണ്ടാണല്ലോ മഹാന്മാരുടെയൊക്കെ നിസ്കാരത്തിന്, നമ്മളിപ്പോൾ 1000 റക്അത്ത് നിസ്കരിച്ചാലോ ആരിഫീങ്ങളായ ആളുകൾ ഒരു റക്അത്ത് നിസ്കരിച്ചതിൻ്റെ അടുത്തേക്ക് നമ്മളെ നിസ്കാരം എടുക്കൂല. കാരണം അവരെ ഖൽബ് അത്രയും ക്ലിയറാണ്. വേറൊന്നും അവർക്ക് ലക്ഷ്യമില്ല, അള്ളാഹുവിനെ മാത്രം. അപ്പോൾ ഇഖ്ലാസോടുകൂടെയുള്ള ചെറിയ ഇബാദത്താണെങ്കിലും അതിന് വലിയ പവറാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു ചരിത്രം, ഒരു സംഭവം. നല്ല ഇഖ്ലാസുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു സദഖ കൊടുക്കാനെന്ന് തീരുമാനിച്ചു. പക്ഷേ സദഖ കൊടുക്കുന്നത് ആരും അറിയരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എപ്പോഴാണ് കൊടുക്കുന്നതെന്നറിയോ? രാത്രി സമയത്ത് ഇരുട്ടത്ത് ഇറങ്ങും. ഈ സദഖ ആർക്കാണോ കിട്ടുന്നത് അതുവരെ എനിക്ക് അറിയണ്ടെന്നാ. ഇതിൽ നമുക്ക് പല പാഠങ്ങളുണ്ട്. നമ്മൾ ആർക്കാണോ സദഖ കൊടുക്കുന്നത് അയാൾ ആരാണെന്ന് പോലും എനിക്കറിയണ്ട, എനിക്ക് സദഖ കൊടുക്കണം, അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടണം, ഈ ഒരു നിയ്യത്ത് മാത്രം. അങ്ങനെ നല്ലൊരു സംഖ്യ എടുത്തിട്ട് അദ്ദേഹം രാത്രി സമയത്ത് റോട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെയൊക്കെ ഫസ്റ്റ് കണ്ട ആളെ കയ്യിലേക്ക് ആ സദഖ കൊടുത്തു. ആരാന്നൊന്നും അറിയില്ല. ഇയാളെ നിയ്യത്ത്, ഇഖ്ലാസിൻ്റെ ആ ഒരു ഇതിൻ്റെ പവറാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നാട്ടിലൊക്കെ വാർത്ത വന്ന്, ഇന്നലെ രാത്രി ഒരാൾക്ക് സദഖ കിട്ടിയിട്ടുണ്ട്. ആരെ കൊടുത്തൊന്നറിയാം, പക്ഷേ കിട്ടിയ ആൾ നല്ലൊരു കള്ളനാണ്. ശ്രദ്ധിക്കൽ ലൈല അല സാരിക്ക്, നല്ലൊരു കള്ളൻ, ഭയങ്കര അറിയപ്പെട്ടൊരു കള്ളനിക്കാണ് ഇന്നലെ രാത്രി സദഖ കിട്ടിയത്. ഈ വിവരം ഈ സദഖ കൊടുത്ത ആൾ അറിഞ്ഞപ്പോൾ അയാൾ
പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല, വിഷമമൊന്നുമില്ല, അൽഹംദുലില്ലാ, കാരണം എൻ്റെ നിയ്യത്ത് അള്ളാഹുവിനറിയാം. ഞാൻ റബ്ബിൻ്റെ അടുക്കൽ കൂലി കിട്ടണമെന്ന് കരുതി കൊടുത്തതാണ്. പക്ഷെ കിട്ടിയത് ഒരു കള്ളനായിപ്പോയി, എന്തെങ്കിലും ഹൈർ അതിലുണ്ടാകാം, അൽഹംദുലില്ലാ എല്ലാ സാധിക്കുന്ന. അങ്ങനെ അദ്ദേഹം രണ്ടാമത്തെ ദിവസം തീരുമാനിച്ചു, ഇന്ന് ഞാനൊരു സദഖ കൊടുക്കും, ആരും അറിയണ്ട. അങ്ങനെ ഇതേപോലെ തന്നെ രാത്രി അദ്ദേഹം ഇറങ്ങി, ഇരുട്ടത്ത് ഇറങ്ങി, ഒരാളെ കണ്ടു, അയാളെ കയ്യിൽ കൊടുത്തു. ആരൊന്നും അറിയില്ല. അത് പിറ്റേന്നത് വാർത്ത വന്നു, ഒരു വേശ്യപ്പെണ്ണായിരുന്നു ആ കിട്ടിയ സദഖ കിട്ടിയത്. വ്യഭിചാരത്തിന് കൂട്ടു നിൽക്കുന്ന ഒരു പെണ്ണിനാണ് ഈ സദഖ കിട്ടിയത്. ഇത് വീരം അദ്ദേഹം അറിഞ്ഞപ്പോൾ പ്രശ്നമില്ല, അയാളെ മനസ്സ് ചാഞ്ചല്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ് നിയ്യത്ത് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അൽഹംദുലില്ലാഹി അലാ സാനിയ, ഇത് കിട്ടിയതൊരു സാനിയത്തിലേക്കാണ്, ഒരു വേശ്യപ്പെണ്ണിനാണ്, പക്ഷേ എൻ്റെ നിയ്യത്ത് അള്ളാഹുവിനറിയല്ലോ. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഒരു സദഖ കൊടുക്കണമെന്ന് തീരുമാനിച്ച് അന്ന് രാത്രിയും അദ്ദേഹം ഇറങ്ങി നല്ലൊരു സംഖ്യ എടുത്തിട്ട് രാത്രി ഒരാളെ കയ്യിൽ കൊടുത്തു. പിറ്റേന്നത് വാർത്ത വന്നു, നല്ലൊരു പണക്കാരനേക്കാണ് ഈ സദഖ കിട്ടിയത്. ഈ മൂന്നിനെ കുറിച്ചും അദ്ദേഹം, ഞാൻ നല്ലൊരു ഉദ്ദേശം വെച്ച് നല്ല നിയ്യത്താക്കി കൊടുത്തതാണ്, കിട്ടിയത് ഇത്തരം ആളുകൾക്കായിപ്പോയി. പക്ഷേ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏതൊരു നല്ല നിയ്യത്തോടു കൂടെ കൊടുത്തതിന് ഏതായാലും കബൂലിയത്ത് ഉണ്ടാകുമല്ലോ. അങ്ങനെ അദ്ദേഹം മൂന്നാമത്തെ പിറ്റേ ദിവസം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അതാ സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, നിങ്ങളെ സദഖ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. സ്വീകരിച്ചതിൻ്റെ പവർ കേൾക്കണം നിങ്ങൾക്ക്. നിങ്ങളെ ഈ സദഖയുടെ ഇത്ര ഇഖ്ലാസോടുകൂടെ കൊടുത്ത അതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ മൂന്നാളും നന്നായി. ഒന്നാമത്തത് കള്ളനല്ലേ. ഈ കള്ളന് എന്തിനാണ് കക്കാൻ ഇറങ്ങുന്നതെന്നറിയോ? ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം കക്കാൻ ഇറങ്ങുന്നത്. നിങ്ങൾ നല്ലൊരു സംഖ്യ അദ്ദേഹത്തിനോട് കൊടുത്തപ്പോൾ അദ്ദേഹം തൗബ ചെയ്തു, അദ്ദേഹം നന്നായി, അദ്ദേഹം തീരുമാനിച്ചു ഇനി ഞാൻ കക്കാൻ പോകുന്നില്ല. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസോടുകൂടെ കൊടുത്ത സ്വതക്കയുടെ പവർ ഈ കള്ളനിൽ കണ്ടു, അദ്ദേഹം നന്നായി. ഇനി രണ്ടാമത്തെ ആളാരാ? സാനിയത്താണ്, വേശ്യപ്പെണ്ണാണ്. ആ പെണ്ണ് ഈ വേശ്യാപ്രവർത്തനത്തിന് പോകുന്നത് എന്തിനാ? ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട്. ആ പെണ്ണും തീരുമാനിച്ചു ഇനി ഞാൻ വേണ്ടാത്തരത്തിലേക്ക് പോകുന്നില്ല, എനിക്ക് ജീവിക്കാനുള്ള നല്ലൊരു സംഖ്യ എനിക്ക് കിട്ടിയല്ലോ, ആ സദക്ക കൊണ്ട് ആ പെണ്ണും ജീവിക്കാൻ തീരുമാനിച്ചു. മൂന്നാമത്തെ ആളാരാ? നല്ല പണക്കാരൻ. പക്ഷെ ആ പണക്കാരനൊക്കെ ഒരു ദുസ്വഭാവമുണ്ട്, ഭയങ്കര ബഹീലാണ്, പിശുക്കനാണ്, ഒരു 5 പൈസ ഒരാൾക്ക് കൊടുക്കൂല. അപ്പം ഈ സദക്ക അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, ഇങ്ങനൊക്കെ ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഞാൻ ഇത്ര വലിയൊരു പണക്കാരനായിട്ട് ഞാൻ ഒരാൾക്ക് ഇതിനെ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊന്ന് നന്നാവണം, ഇനി മുതൽ പാവങ്ങളെ സഹായിക്കാൻ ദാനധർമ്മം ചെയ്യാൻ ഞാനും തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ മൂന്നാമത്തെ ആളും നന്നായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൊടുക്കുന്നത് ഇഖ്ലാസോടുകൂടെ കൊടുത്താൽ അതിൻ്റെ ഫലം ഉറപ്പാണ്. കിട്ടിപ്പോയത് ചിലപ്പോൾ നമ്മൾ പല സദഖകളും കൊടുത്തിട്ട് പിന്നീട് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചോ മറ്റൊക്കെ അറിയുമ്പോൾ ഹയാക്കപ്പോൾ കൊടുത്ത് ഞാൻ എൻ്റെ സദഖ വെറുതായി പോയല്ലോ വിചാരിക്കണ്ട. നമ്മൾ കൊടുക്കുമ്പോൾ നല്ല നിയ്യത്താക്കി ഇഖ്ലാസോടുകൂടെ കൊടുക്കുക. കിട്ടിയ ശേഷം അവർക്ക് ഓല് പതിന് അർഹതപ്പെട്ട ആളെന്നല്ലോ, അങ്ങനത്തെ പാവപ്പെട്ട ആളല്ലല്ലോ എന്നൊന്നും പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ഇഖ്ലാസോടുകൂടെ കൊടുത്തോ അതിൻ്റെ പവർ അതിന് കാണും. ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങൾ ഉസ്താദിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇഖ്ലാസിൻ്റെ വിഷയത്തിൽ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിയ്യത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. തങ്ങൾ ഉസ്താദിൻ്റെ ചില ഉദാഹരണങ്ങൾ അതിൽ സൂചിപ്പിച്ചിരുന്നു. എന്തൊരു വിഷയം ഉണ്ടെങ്കിലും നല്ല നിയ്യത്തോടുകൂടെ മാത്രമേ തങ്ങൾ ഉസ്താദ് ചെയ്യാറുള്ളൂ. ഇഖ്ലാസ്, അതാണ് തങ്ങൾ ഉസ്താദിൻ്റെ മുഖമുദ്ര. അതിൽ ആ ഇഖ്ലാസോടുകൂടെ തങ്ങൾ ഉസ്താദ് ചെയ്ത ഒരു പ്രവർത്തനത്തിൻ്റെ, ഒരു സദഖയുടെ തന്നെ ഒരു ഉദാഹരണം പറയാം. കൊല്ലം ജില്ലയിൽ തങ്ങൾ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് പരിപാടിക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഇസുദ്ദീൻ സഖാഫി എന്ന് പറയും, അന്നത്തെ SVSൻ്റെ പ്രസിഡൻ്റാണ്. മൂപ്പര് തങ്ങൾ ഉസ്താദിനോട് കൊല്ലം ജില്ലയിലെ SVSന് ഒരു ആസ്ഥാനം വേണം, ഒരു സെൻറ്റർ വേണം, ആ കാര്യം സംസാരിച്ചപ്പോൾ തങ്ങൾ ഉസ്താദ് അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നല്ലൊരു സെൻറ്ററൊക്കെ ഉണ്ടായിക്കോളും, അതിനെക്കുറിച്ചൊക്കെ എല്ലാ ദ്വാരനൊക്കെ കൊടുത്തു. എന്നിട്ട് തങ്ങൾ ഉസ്താദ് തന്നെ ആ സുന്നി സെൻറ്റർ ആസ്ഥാനം ഉണ്ടാക്കാൻ ആ തങ്ങൾ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് 10,000 ഉറുപ്പിക എടുത്ത് കൊടുത്തു. തങ്ങൾ ഉസ്താദ് പല സ്ഥലത്തും അങ്ങനെ പല ദീനീ സംരംഭങ്ങളും തുടങ്ങാൻ തങ്ങൾ ഉസ്താദ് തന്നെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കും. അത് വല്ലാത്തൊരു ഇഖ്ലാസിൽ നിന്നുള്ള ഒരു കുടുംബമാണ്.
അത് ആരും അറിഞ്ഞോളുന്നില്ല. അതൊക്കെ പിന്നീട് വഫാത്തിന് ശേഷമാണ് ഇതൊക്കെ അറിഞ്ഞത്, ഇങ്ങനത്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ 10,000 രൂപ തങ്ങൾ ഉസ്താദ് കൊടുത്തു. അത് വലിയ ബഹുമാനത്തോടു കൂടി അദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചു. ഇനി 10,000 റുപ്യ കൊണ്ടൊന്നും ആവില്ലല്ലോ. ഇനി ബാക്കിയുള്ളവരൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് ചർച്ച ചെയ്തിട്ട് വേണം ഒരു സെൻറ്റർ തുടങ്ങാൻ, ഒരു ആസ്ഥാനം തുടങ്ങാൻ. അങ്ങനെ ഈ കാശ് കിട്ടി അദ്ദേഹം നല്ല പൊതിഞ്ഞ് പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ച കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ്, അന്ന് 1000 റുപ്യൻ്റെ നോട്ടാണ്, 1000 റുപ്യൻ്റെ ചുവന്ന നോട്ട് ഓർമ്മ ഉണ്ടല്ലോ, മോഡി പിൻവലിച്ച് ക്യാൻസലാക്കിയത്. അതിന് ശേഷം ഈ 1000 റുപ്യൻ്റെ 10 നോട്ട് പിൻവലിച്ച ശേഷമാണ് ഇദ്ദേഹത്തിന് ഇതിൻ്റെ ഓർമ്മ വരുന്നത്. ഇങ്ങനെ 10,000 റുപ്യ തങ്ങൾ ഉസ്താദ് ആസ്ഥാനത്തിന് വേണ്ടി തന്നിരുന്നല്ലോ, അപ്പോൾ അത് പിൻവലിച്ച് ക്യാൻസൽ അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് ഒന്നും പറ്റില്ല. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന് ആകെ ബേജാറായി. എന്ത് ചെയ്യാനാണ്, തങ്ങൾ ഉസ്താദിൻ്റെ കൈ കൊണ്ട് കിട്ടിയതാണല്ലോ. അങ്ങനെ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു മീറ്റിങ്ങിൽ, ആ മീറ്റിങ്ങിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എന്നിട്ട് പറഞ്ഞു, ഇത് തങ്ങൾ ഉസ്താദ് ആദ്യമായി ഈ ആസ്ഥാനം തുടങ്ങാൻ അവിടുത്തെ ബർക്കത്താക്കപ്പെട്ട കൈ കൊണ്ട് തന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കാശ് 1000 രൂപ അതിൻ്റെ 10 നോട്ടാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ 1000 രൂപ ഏറ്റെടുത്തിട്ട് അതിന് പകരം ഓരോരുത്തരും 10,000 രൂപ കൊണ്ട് തന്നാൽ നമുക്ക് ഉഷാറായിട്ട് പരിപാടി നടത്താം. ആ സദസ്സിൽ എല്ലാവരും ഏറ്റെടുത്ത്, കിട്ടാത്തവർക്ക് നഷ്ടം. ആ 1000 രൂപ ഓരോരുത്തരും ഏറ്റെടുത്തിട്ട് അതിന് പകരം അവരെന്ത് ചെയ്തു, 10,000 രൂപ കൊടുത്തു. ആ 1000 രൂപ ബർക്കത്തിന് വേണ്ടി അവരെടുത്ത് വെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മോഡി പിൻവലിച്ച 1000-ന് അള്ളാഹു കൊടുത്തത് 10,000 റുപ്യ. 10,000 റുപ്യത്തിൽ 1,00,000 രൂപയുടെ വില അള്ളാഹു തല കൊടുത്തു നോക്കും നിങ്ങൾ. നമുക്കെന്താ ഇന്ന് മനസ്സിലാക്കണത്? ഇഖ്ലാസോടുകൂടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവർ അതിൽ കാണുമെന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഈ പിൻവലിച്ച പൈസ ആരെങ്കിലും എടുക്കുമോ? ഇഖ്ലാസിൻ്റെ പവറല്ലാതെ വേറെ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനമാണെങ്കിലും, ചെയ്യുന്നത് എത്ര കുറഞ്ഞതാണെങ്കിലും അള്ളാഹുവിനെ മാത്രം ലക്ഷ്യാക്കുക, വേറൊന്നും ലക്ഷ്യാക്കരുത്. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം, അള്ളാഹുവിൻ്റെ പൊരുത്തം, റബ്ബിൻ്റെ അടുക്കലുള്ള പ്രതിഫലം മാത്രം. അങ്ങനത്തെ ഇഖ്ലാസുള്ള ആളുകളെ മുമ്പിൽ ഇബ്ലീസ് വരെ തോറ്റുപോകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇബ്ലീസ് എല്ലാവരെയും കഴിപ്പിക്കാനായിട്ട് ഒരുങ്ങിയ ആളാണല്ലോ. എന്നാൽ ചില ആളുകൾ അവൻ വിത്തൗട്ട് നടത്തിയിട്ടുണ്ട്. അതാരാന്നറിയോ? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. ഇഖ്ലാസ് നൽകപ്പെട്ട ആളുകളെ പേപ്പിക്കാൻ എനിക്ക് കഴിയില്ല, ഇബ്ലീസ് വരെ തോറ്റുപോകുമെന്ന്. അതിൻ്റെ ചെറിയൊരു സംഭവം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ബനൂ ഇസ്രായേലിലുള്ള ഒരു സംഭവം ഇമാം ഇഹിയയിൽ പറയുന്നുണ്ട്. എന്താണ്? നല്ലൊരു ആബിദായൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ നാട്ടിൽപ്പെട്ട കുറച്ച് ആളുകൾ വന്നിട്ട് ഒരു വിഷമം പറഞ്ഞു. വിഷമം എന്താണ്? ഇവരുടെ നാട്ടിലൊരു മരമുണ്ട്, ആ മരത്തിന് പല ആളുകളും ഇങ്ങനെ ഇബാദത്തെടുക്കാൻ തുടങ്ങി. മരത്തിന് ഇബാദത്തെടുക്കും. അപ്പം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിനാകെ ദേഷ്യം വന്നു, ബേജാറ് വന്നു. അള്ളാഹു ഇല്ലാത്ത ഒരു മരത്തിന് ഇബാദത്തെടുക്കുക. അങ്ങനെ അദ്ദേഹം ആ മരം ഞാൻ മുറിച്ച് കളയും എന്ന് തീരുമാനമെടുത്തിട്ട് ഒരു മഴയും കോടാലി എടുത്തിട്ട് അദ്ദേഹം ഇറങ്ങി. ആ പോകുന്ന സമയത്ത് വഴിയിൽ ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടു. ഇബ്ലീസ് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് വന്നത്. ഇബ്ലീസ് അദ്ദേഹത്തോട്, എവിടേക്കാണ് പോകുന്നത്? ഞാൻ ഇങ്ങനെ ഒരു മരത്തിനെ പലരും ഇബാദത്തെടുക്കുന്നുണ്ടെന്ന് കിട്ടും, അങ്ങനെ ഒരു ശിർക്ക് ഇവിടെ നടക്കുമ്പോൾ ഞാനിങ്ങനെ ഇബാദത്തെടുത്ത് കുത്തുന്നാൻ പറ്റും? അത് നിർമ്മാർജ്ജനം ചെയ്യൽ എൻ്റെ ബാധ്യതയല്ലേ? അങ്ങനെ ഞാൻ പുറപ്പെട്ടതാണെന്ന്. ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ ഈ ഇബാദത്തൊക്കെ ഒഴിവാക്കി എന്തിനാണ് ഈ മരം മുറിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതും ഒരു ഇബാദത്താണ്. ശിർക്കിനെ നിർമ്മാർജ്ജനം ചെയ്യുക, തെറ്റിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്തുക, അത് ഇബാദത്താണ്. അതുകൊണ്ട് എനിക്ക് കൂടാതെ കഴിയില്ല എന്നാണ്. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, ഇല്ല, നിങ്ങളെ ഞാൻ മുറിക്കാനും വിടൂല എന്നാണ്, ഞാൻ പോവുക തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ തമ്മിൽ ഫൈറ്റായപ്പോൾ ഈ ആബിദായ മനുഷ്യൻ ഇഖ്ലാസോടുകൂടെ പുറപ്പെട്ടതാണ്, അള്ളാഹുവിന് വേണ്ടി പുറപ്പെട്ടതാണ്. ഫൈറ്റിങ് നടത്തി ഇബ്ലീസിനെ മലർത്തിയടിച്ച് ഇബ്ലീസിൻ്റെ നെഞ്ഞത്ത് കയറി നിന്നു. ഇബ്ലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇബ്ലീസ് പറഞ്ഞു, എന്നൊന്ന് വിടണം, കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെ വിട്ടുകൊടുത്തു.
അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇയാളെ പിന്തിരിപ്പിക്കണമെന്നില്ലെന്ന്. ഇബ്ലീസ് പറഞ്ഞു നിങ്ങൾ ഈ മരം മുറിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എത്രയോ അമ്പിയാക്കൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഓലാരോടെങ്കിലും വഹി കൊടുക്കേണ്ട അള്ളാഹു അല്ലെങ്കിൽ മരം ഉണ്ട് മുറിക്കണം എന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്തിനാ നിങ്ങളെ ഏൽപ്പിക്കപ്പെടാത്തൊരു പണിക്ക് നിങ്ങൾ പോകണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്പിയാക്കൾ പലരും ഇവിടെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മുമ്പിൽ ബോധ്യപ്പെട്ട ഒരു തെറ്റ് അത് നിർമ്മാർജ്ജനം ചെയ്യൽ അത് എൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് എനിക്ക് കൂടാതെ കഴിയില്ലാന്നാണ് ഞാൻ മുറിക്കുക തന്നെ ചെയ്യുന്നതാണ്. വീണ്ടും ഇതേപോലെ തന്നെ വിടൂലാന്ന് ശൈത്താനും തമ്മിൽ അടിയായി ഫൈറ്റിംഗ് ആയി ഇബ്ലീസ് താഴെ വീണു, നെഞ്ഞത്ത് കയറി നിന്നു. ഇബ്ലീസ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇബ്ലീസ് പിന്നെ പറഞ്ഞു ഞാനൊരു കാര്യം ഒന്നും കൂടെ ഒരു ചാൻസ് കൂടെ എനിക്ക് തരണം. ഇതിനേക്കാളും ഹൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്താ? അങ്ങനെ അദ്ദേഹത്തെ വിട്ടു, ഇബ്ലീസിനെ വിട്ടു. ഇബ്ലീസ് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ആബിദായി ഇങ്ങനെ കഴിഞ്ഞുകൂടല്ലേ, നിങ്ങൾ ജോലിക്കൊന്നും പോകണില്ലല്ലോ, മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ ഹദിയ ചെയ്തത് സ്വീകരിച്ചിട്ട് നിങ്ങളിങ്ങനെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനേക്കാളും ഹൈറായത് ഞാൻ നിങ്ങൾ ഈ ശ്രമം ഒഴിവാക്കുകയാണെങ്കിൽ, ഈ മരം മുറിക്കൽ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും 2 ദീനാറ് തരാം. എന്നാൽ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ നിങ്ങളെ സ്വന്തം ചെലവിൽ ജീവിക്കുകയും ചെയ്യാം. ബാക്കിയുള്ളവർ ഇങ്ങോട്ട് വാങ്ങണേക്കാട്ടി നല്ല മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് സ്വതക്ക് കൊടുക്കുകയും ചെയ്യാം. അതല്ലേ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ആബിദ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ച് അത് ശരി തന്നെയാണല്ലോ അല്ലേ, മറ്റുള്ളവരുടെ പിന്നത്ത് അതിയൊക്കെ വാങ്ങി ജീവിക്കാനാട്ടി നല്ലത് നമുക്ക് സ്വന്തമായിട്ടൊരു കാശുണ്ടായാൽ അതിലൂടെ ജീവിക്കുക, ബാക്കിയുള്ള മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക, അത് നല്ലൊരു ജീവിതമല്ലേ. ഇവൻ പറഞ്ഞ് എല്ലാ ദിവസവും 2 ദീനാറ് നിങ്ങൾ ഉറങ്ങി നീക്കുമ്പോൾ തലണീൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെ വാക്ക് കൊടുത്ത് ഉറപ്പിച്ചു. എന്നാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അതാണ് അദ്ദേഹം പിരിഞ്ഞു പോകും. അങ്ങനെ വീട്ടിലെത്തി രാത്രി ഉറങ്ങി പിറ്റേന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ തലേൻ്റെ അടിയിൽ 2 ദീനാറുണ്ട്. സന്തോഷമായി. 2ാമത്തെ ദിവസവും എഴുന്നേറ്റു, 2 ദീനാറ് തലേൻ്റെ അടിയിൽ. 3ാമത്തെ ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ ദീനാറ് കാണില്ല. ഇബ്ലീസിൻ്റെ ഐഡിയ നോക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. അതെന്താ ദീനാറ് കാണാത്തത്? അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞതല്ലേ. വീണ്ടും കൊടാലി എടുത്ത് മഴെടുത്തിട്ട് എന്നാൽ ഞാൻ മുറിക്കന്നെ ചെയ്യും, മരം മുറിക്കന്നെ ചെയ്യും എന്നാണിട്ട് അദ്ദേഹം ഇറങ്ങി. വൈലതാ ഇബ്ലീസ് വത്ത് മനുഷ്യരൂപത്തിൽ പ്രായമുള്ള ഒരാളെ രൂപത്തിൽ തന്നെ ഇബ്ലീസ് വന്നു. എവിടുക്കാ പോണത്? മരം മുറിക്കും. വിടൂലെന്നാണ്, മുറിക്കന്നെ ചെയ്യണം. അങ്ങനെ നേരത്തെ മാതിരി ഫൈറ്റിംഗ് നടത്തി. പക്ഷേ ഈ ഫൈറ്റിങ്ങിൽ ആബിദ് തോറ്റു. ആബിദിനെ മലർത്തി അടിച്ച് ഇബ്ലീസ് നെഞ്ചത്ത് കയറിയിരുന്നു. ഇയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം ഇയാൾ പറഞ്ഞു എന്നൊന്ന് വിടും, കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു ആദ്യത്തെ ഘട്ടത്തിൽ 3 പ്രാവശ്യം ഞാൻ നിങ്ങളെ തോൽപ്പിച്ചു, ഇന്ന് ഞാൻ 1ാമത്തെ ഘട്ടത്തിൽ തന്നെ തോറ്റുപോയി, എന്താണ് കാരണം? അത് അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്. ആബിദ മനുഷ്യന് ഈ മനുഷ്യന് ഇത് ഇബ്ലീസാണ്. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നിങ്ങൾ ആദ്യം പുറപ്പെട്ട സമയത്ത് ലില്ലാഹി തആല നിങ്ങൾ പുറപ്പെട്ടത് ആർക്ക് വേണ്ടിയാണ്? ഇഖ്ലാസോട് കൂടിയാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹു അല്ലാത്തൊരാൾക്ക് ഇവിടെ ഇബാദത്ത് എടുക്കുന്നുണ്ട്, ശിർക്ക് നടക്കുന്നുണ്ട്, തിന്മ നടക്കുന്നുണ്ട്. അത് നിർമ്മാർജ്ജനം എന്നുള്ള നല്ലൊരു നിയ്യത്തോടു കൂടെ ആദ്യം പുറപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തോൽപ്പിച്ചത്. ഇപ്പം നിങ്ങൾ പുറപ്പെട്ടത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല, പിന്നെ ദീനാറ് കാണാത്തതുകൊണ്ടാണ്. ഉദ്ദേശം മാറി, നിയ്യത്ത് മാറിയില്ലേ? അങ്ങനെ ആ നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടി അല്ലാത്ത നിയ്യത്തോടുകൂടെ വന്ന ആളുകളൊക്കെ ഞാൻ പരാജയപ്പെടുത്തും. അങ്ങനെ നിങ്ങൾ തോറ്റുപോയത്. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ളവരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഇബ്ലീസ് തന്നെ സമ്മതിച്ചതാ. വിജയം നിനക്കാ മുഖ്ലിസാനി എങ്കിലേ ഇബ്ലീസ് പോലും തോറ്റുപോകും മുമ്പില്. അപ്പം അതുകൊണ്ട് ഇബ്ലീസിനെ വരെ തോൽപ്പിക്കാൻ കഴിയാത്തൊരു വിഭാഗം ഇഖ്ലാസുള്ളവരാണ്. അപ്പം നമ്മളെ നിസ്കാരാവട്ടെ, നമ്മൾ ദിക്ർ ചെല്ലുന്നത്, ഖുർആൻ ഓതുന്നത്, സദഖ കൊടുക്കുന്നത്, ഇനി അതുപോലെ നമ്മൾ എന്ത് കാരുണ്യ പ്രവർത്തനം നടത്തട്ടെ, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തട്ടെ, നമ്മൾ ഉറൂസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് പരിപാടിയുമായി ബന്ധപ്പെട്ടൊക്കെ പലതും നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ തങ്ങളുസ്താദിനെ മാതൃകയാക്കി തങ്ങളുസ്താദ് എന്തുണ്ടെങ്കിലും അത് ആഖിറത്തിൽ കിട്ടണം, അള്ളാഹുവിൻ്റെ അടുക്കുള്ള പ്രതിഫലം കിട്ടണം. ആ ഒരു നിയ്യത്തോടുകൂടെ മറ്റൊന്നും അതിലേക്ക് കലർന്നു വരും. ആരും നമ്മളെ പ്രശംസിക്കാതിരിക്കട്ടെ, ആരും മദ്ഹ് പറയട്ടെ പറയാതിരിക്കട്ടെ, കുറ്റം പറയട്ടെ പറയാതിരിക്കട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇതിലേക്ക് അതൊന്നും മിക്സ് ആകരുത്. പ്യൂറാകണം. ഇഖ്ലാസ് അള്ളാഹുവിന് വേണ്ടി മാത്രം. ആ രൂപത്തിൽ ചെയ്യാൻ
അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇഖ്ലാസുള്ള ആളുകളിൽ നമ്മളൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة الله سلام الله ورسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدير يا الله صلاة الله سلام الله رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نجنا واكشف جميع أذية وصل مكائد العدا والطف بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك.